നമസ്കാരം. വെള്ളിയാഴ്ചയിൽ ഇനി ചിലപ്പോൾ പ്രവാസികൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത്ര നല്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണെന്നാണ് വിവരം. എന്താണ് പ്രവാസികളെ വെള്ളിയാഴ്ചകളിൽ കാത്തിരിക്കുന്നത്? UAE-യിൽ ആ ദിവസം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ മറഞ്ഞിരിക്കുന്ന അപകടം എന്താണ്? നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട്. വെറുതെ അങ്ങ് ചിത്രങ്ങൾ ഷെയർ ചെയ്യുകയല്ല, ഏറ്റവും നല്ല ചിത്രങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യുന്നത് UAE-യിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കാമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഓൺലൈൻ ഹൈ റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിന് UAE നിവാസികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിലക്കേർപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്തരം ചിത്രങ്ങൾ ഐഡന്റിറ്റി തെഫ്റ്റ്, സ്വിം സ്വാപ്പിംഗ്, മാൻ ഇൻ ദ മിഡിൽ അക്രമങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ചേക്കാം എന്നതിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് വിരലടയാളം അടക്കം ശേഖരിക്കുന്നതിന് തട്ടിപ്പുകാരെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്, സ്വിം എന്നിവ സൃഷ്ടിക്കാനും ആവശ്യമായ ഡിജിറ്റൽ ഇമേജ് തയ്യാറാക്കാനുമൊക്കെ ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കാമെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ UAE-യിൽ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഈ സൈബർ ക്രിമിനലുകൾ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നതെന്ന് അറിയണ്ടേ? സൈബർ ക്രിമിനലുകൾ കൂടുതലായും വെള്ളിയാഴ്ച രാത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സുരക്ഷാ സേവനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാറില്ലെന്ന് മനസ്സിലാക്കിയാണ് തട്ടിപ്പുകാർ വെള്ളിയാഴ്ച ദിവസങ്ങളെ കൂടുതലായും ലക്ഷ്യം വെക്കുന്നത്. ഡിജിറ്റൽ ഇമേജും ജനന തീയതിയും ഉപയോഗിച്ച് ക്രിപ്റ്റോ അക്കൗണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് വിവരം. ഈ അക്കൗണ്ടിലൂടെ പണം തട്ടുകയാണ് സൈബർ കുറ്റവാളികൾ ചെയ്യുന്നത്. തീവ്രവാദ ധനസഹായത്തിനായി ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കുമെന്നും സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെയൊക്കെ ലക്ഷ്യം വെക്കുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തു വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് UAE ജനസംഖ്യയുടെ 56% പേർ മാസത്തിൽ ഒരിക്കലെങ്കിലും സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. 12% പേർ അപൂർവമായി മാത്രമാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. ഒരാൾക്ക് 1.77 എന്ന തോതിലാണ് തട്ടിപ്പ് നടക്കുന്നത്. ഷോപ്പിംഗ് തട്ടിപ്പ്, ഐഡന്റിറ്റി മോഷണം, നിക്ഷേപ തട്ടിപ്പ് എന്നിവയാണ് UAE-യിൽ സാധാരണ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ. തട്ടിപ്പുകാർ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് വാട്സപ്പ് ആണ്. ഫോൺ കോളുകൾ, SMS, ഇമെയിൽ തുടങ്ങിയ സംവിധാനങ്ങളും തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ Gmail, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഔട്ട്ലുക്ക് തുടങ്ങിയ ആശയവിനിമയ ഉപാധികളും തട്ടിപ്പുകാർ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുണ്ട്. തട്ടിപ്പുകാർ പണം തട്ടാൻ ക്രെഡിറ്റ് കാർഡുകളും ബാങ്ക് ട്രാൻസ്ഫറുകളും നോട്ടം വെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രചാരത്തിലുള്ള പല പേയ്മെന്റ് ആപ്പുകളും സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്തതായി പറയുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 1 കോടി രൂപ ലഭിക്കും, അല്ലെങ്കിൽ 50 ലക്ഷം ലോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും ഫോണിൽ എത്ര മെസ്സേജുകളാണ് വന്നു കിടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. തട്ടിപ്പുകാർ രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.